സൈബർ സെക്യൂരിറ്റി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ കോവിഡ് വന്നതാണ് മൊത്തം സിസ്റ്റം മാറിയത്. അതിനു മുമ്പ് ഈ സാധനം പിള്ളേർക്ക് കൊടുക്കണമെങ്കിൽ പിള്ളേരെ അനുവാദം ചോദിക്കണമായിരുന്നു. പക്ഷേ കർഫ്യൂ നമുക്ക് വേണ്ടേ ജീവിതത്തിൽ? ശരിക്കും ഓക്കെ, ഈ സാധനം അന്നേരം പിള്ളേരുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് ഇത് ഉപയോഗിക്കുക എന്നായി. ഇപ്പം ഞാൻ കണ്ടുവരുന്നൊരു കാര്യം, രാത്രിയിൽ ടീനേജ് പിള്ളേർ ഈ സ്മാർട്ട് ഫോൺ അവർക്ക് ടെലിഗ്രാമിൽ കയറാം, ഇൻസ്റ്റാഗ്രാമിൽ കയറാം. രാത്രി 11 മണിക്ക് ശേഷം ആരും മോണിറ്റർ ചെയ്യുന്നില്ലല്ലോ. ഈ സമയത്താണ് ഇങ്ങനെയുള്ള ഗ്യാങ്ങുകൾ ഏറ്റവും കൂടുതൽ. ഇത് മാത്രമല്ല, ഈ പറഞ്ഞ ലഹരി മാത്രമല്ല, സെക്സ് ഗ്യാങ് ഉണ്ട് ഇതിനകത്ത്. അതെല്ലാം ഇതിനകത്ത് ക്ലബ്ബാണ്. നേരത്തെ പറഞ്ഞ പോലെ യൂണിഫോം ഇട്ട് അല്ലെങ്കിൽ പലതരം യൂണിഫോമുകൾ ഉപയോഗിച്ച് പലതരം മാഫിയകളാണ്. ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ഇത് കൊണ്ടുവരുന്ന വഴികൾ ഞെട്ടിപ്പിക്കുന്ന വഴികളാണ്. പലതരം ആപ്പ് കഴിഞ്ഞ മൊബൈൽ ഫോണിന് ഫ്രീ സർവീസ് കൊടുക്കുന്നു കമ്പനികൾ. 11 to 6 പൈസ ഇല്ല, ഫ്രീ ആണ്. അത്തരത്തിലുള്ള സർവീസൊക്കെ ദുരുപയോഗം ചെയ്യപ്പെടുകയാണ്. എപ്പോഴും നമ്മൾ സൗജന്യം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആലോചിച്ചോളൂ, നിങ്ങളെ വിൽക്കാൻ കമ്പനികൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പ്രത്യേകിച്ച് കുട്ടികൾ ആ മോണിറ്ററിംഗ് വേണം. അവരുടെ സ്വകാര്യതയിൽ കടന്നു കയറാനല്ല നമ്മൾ പറയുന്നത്, പക്ഷേ ഒരു മോണിറ്ററിംഗ് ആവശ്യമുണ്ട്. സൈബർ സെക്യൂരിറ്റി വിദഗ്ധൻ കൂടിയാണ് ഇത് പറയുന്നത്.